പുരുഷ കമ്മീഷൻ ആവശ്യമുണ്ടോ? രാഹുൽ, ഈ പുരുഷ കമ്മീഷൻ വേണോ എന്നൊരാളെ പിടിച്ചു നിർത്തി തെരുവിൽ വെച്ച് ചോദിച്ചാലേ അവരോട് എന്താ പറയാ? അതിനോടൊരു സമയമായോ? ടൈമായി. സമൂഹത്തിലെ ഒരു വിഭാഗത്തിനെയും ജെൻഡറിന്റെ അടിസ്ഥാനത്തിൽ നിയമ സംവിധാനങ്ങൾ വേറിട്ട് കാണുന്നില്ല. നിങ്ങൾക്ക് അതിനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. അക്കമിട്ട് അദ്ദേഹം അത്തരത്തിൽ വനിതാ കമ്മീഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് രാഹുലിന് വ്യക്തമായിട്ട് അറിയാം. ജെൻഡറിന്റെ ബേസിലല്ല. നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ, ജെൻഡറിന്റെ ബേസിലല്ല, തീർച്ചയായിട്ടും അല്ല. അതൊരു അഫർമേറ്റീവ് ആക്ഷൻ തന്നെയാണ്. ജെൻഡറിന്റെ ബേസിൽ ലോകത്ത് പാലസ്തീൻ ഇസ്രായേൽ പ്രശ്നമുണ്ട്. അതുകൊണ്ട് കേരളത്തിൽ പുരുഷ കമ്മീഷൻ വേണ്ട. അതല്ല ഉദ്ദേശം. ഞാൻ മാറി നിയമത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞ നിയമം വെറുതെ വിട്ടു. നിങ്ങൾ നിയമത്തിനെതിരെ യുദ്ധം ചെയ്തിട്ട് ഒരു കാര്യം ചെയ്യേ. ആദ്യം തന്നെ ചെയ്യുന്നത് പുരുഷന്റെ മുഖം കാണിക്കുന്നവനൊപ്പം സ്ത്രീയെ കാണിക്കേ. അത് ആദ്യം നേടിയെടുക്ക്. പറ്റുമോ സക്കീർ അലിക്ക്? പറ്റില്ല ബൈ. ഓരോ 4.5 മിനിറ്റിലും ഇന്ത്യയിൽ ഒരു പുരുഷൻ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. ഓരോ 11 മിനിറ്റിലുമാണ് സ്ത്രീ ആത്മഹത്യ ചെയ്യുന്നത്. രണ്ടും ഒരേപോലെ അപകടമാണ്, സംശയമില്ല. പക്ഷേ സ്ത്രീയുടെ 2 ഇരട്ടി ആത്മഹത്യകൾ പുരുഷന് വരുന്നുണ്ട്. ഒരുപാട് വ്യാജ പരാതികൾ വരുന്നുണ്ട്. എന്റെ ദൈവമേ, പല കണക്കുകളുണ്ട്. BBC കോട്ട് ചെയ്യുന്നൊരു കണക്കുണ്ട്. 53.2% ഇന്ത്യയിലെ റേപ്പ് കേസുകൾ ഒരു പ്രത്യേക വർഷത്തിൽ അവർ പഠനവിധേയമായി കോട്ട് ചെയ്യുന്നത് വ്യാജ റേപ്പ് കേസുകളാണെന്നാണ്. അതുകൊണ്ട് നിർബന്ധമായിട്ട് ഒരു പുരുഷ കമ്മീഷൻ വേണം. ഇവിടെ ബ്രിട്ടീഷ് കാലഘട്ടം തൊട്ട് ഇന്ത്യക്കാരിലെ കളവായ പരാതികൾ നൽകുന്ന ഒരു രീതി ഉണ്ട് എന്ന് അവർ മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് ഇവിടുത്തെ പുരുഷനെ സംരക്ഷിക്കാനാണ് ഈ വകുപ്പുകൾക്കുള്ളിൽ ഉപവകുപ്പുകൾ നൽകിയത്. എന്ത് കാര്യത്തിനാണ് ഒരു സുഖം, ഒരു മനസുഖം? അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ഇത് ഒരു പുതിയ സംവിധാനം വേണം, പുരുഷ കമ്മീഷൻ വേണം എന്നല്ല. ഇവിടെ നല്ല നിയമവ്യവസ്ഥയിലെ ഒരു സ്ത്രീയുടെ വ്യാജ പരാതി കിട്ടിയാൽ അതനുസരിച്ചിട്ട് ഒരു ജുഡീഷ്യൽ റിമാൻഡിലെ 14 ദിവസത്തെയോ 30 ദിവസത്തെയോ അത് ജയിൽ സന്ദർശനമേ ആയി കാണേണ്ടതില്ല. ഈസി ആയല്ലോ. അപ്പൊ എല്ലാം ഈസി ആയല്ലോ. ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് ഒരു പങ്കുണ്ട്. വി ആർ ദ ഗസ്റ്റ് ഓഫ് ദ മജിസ്ട്രേറ്റ്. വി ആർ ജസ്റ്റ് ഗോയിങ് ഫോർ എ ജുഡീഷ്യൽ റിമാൻഡ്. ആ റിമാൻഡ് കാലയളവിൽ കൂടുതൽ എപ്പോഴെങ്കിലും ജയിലിൽ കിടന്നിട്ടുണ്ടോ? അങ്ങനെ ഗസ്റ്റ് ഓഫ് ദി മജിസ്ട്രേറ്റ് ആയിട്ട് അല്ല, എപ്പോഴെങ്കിലും ജയിലിൽ കിടന്നിട്ടുണ്ടോ? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അങ്ങനെ സ്ത്രീ ഒരു വ്യാജ പരാതി കൊടുത്ത സ്ത്രീ എന്നാണെങ്കിൽ 14 ദിവസം ഗസ്റ്റ് ഓഫ് ദി മജിസ്ട്രേറ്റ് ആയി കിടക്കട്ടെ. അങ്ങനെ വ്യാജ പരാതി കൊടുത്ത സ്ത്രീ ഗസ്റ്റ് ഓഫ് ദി മജിസ്ട്രേറ്റ് ആയി കിടക്കട്ടെ. താനൊന്ന് ഇങ്ങോട്ടിട്ടു, ഞാൻ തിരിച്ചൊന്ന് അങ്ങോട്ട് വിട്ടു.